എല്ലാവരും എത്തി. എവിടെ പോയി കിടക്കണം ഈ രാജൻ? വരുന്നവര് വരട്ടെ, നമുക്ക് പരിപാടി തുടങ്ങാം. ആ ശരി, നിങ്ങളുടെ അഭിപ്രായം എന്താ? നമുക്ക് തുടങ്ങാം. പരിപാടിയൊക്കെ നന്നായിരുന്നു. നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പോലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനല്ലാതെ ഒന്നിനും മുന്നോട്ട് വന്നിട്ടില്ല. എന്തിന് ആളുകൾ കൂയപ്പി പോലും നിയന്ത്രിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക? എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു സംഘടന? എന്താ നാടകം? കാക്കയോ കോക്കയോ എന്താ എന്റെ പേര്? കാക്കാരിശി നാടകം അതുപോലും അറിയില്ലേ? ആ കാക്ക നാടകം കൊള്ളാത്തോണ്ടല്ലേ ആൾക്കാർ കൂവിയത്. അതെങ്ങനെ പറയാൻ പറ്റും? നാടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ കൂവാൻ തുടങ്ങിയില്ലേ? ആ അവതാരക ഒന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കൂവൽ നിർത്തുമായിരുന്നില്ലേ? അങ്ങനെയല്ല, ആളുകൾ സെലിബ്രിറ്റിയുടെ കാത്തിരിക്കാണ്. അതിനിടയിൽ ഡേറ്റും ആയി. പിന്നെയാണെങ്കിലോ സൗണ്ട് കൊളാക്കുകയും ചെയ്തു. എന്തൊക്കെയായാലും സംഘടനയിൽ ഉള്ളവരാണല്ലോ നാടകം കളിച്ചത്. പിന്നെ എന്തുകൊണ്ട് അവര് ആളുകളെ നിയന്ത്രിച്ചില്ല? അവരുടെ അധ്വാനം വെറും കൂകലുകൊണ്ട് അപ്രസക്തമാക്കിയില്ലേ? ഇതാണോ ശരി? എന്ത് നല്ല പരിപാടികൾ! ഇന്നലെ ഓലക്കിലെ നാടകം കാരണം പരിപാടി മൊത്തം കൊളായി. ഈ സംഘടനയിലുള്ളവർക്ക് ആട്ടവും പാട്ടും മാത്രം മതി. അത് മാത്രമാണോ കല? ഒരു സാംസ്കാരിക സംഘടനയാവുമ്പോൾ കലയും സ്പോർട്സും എല്ലാം പെടും. അതിൽ സിനിമ, നാടകം, മിമിക്രി, പാട്ട്, ഡാൻസ് എല്ലാം പെടും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് എങ്കിലും വേണ്ടേ? പിന്നത്തെ പരാതി ഡാൻസ് പോരാന്നായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഹണി റോസിനെ കൊണ്ടുവന്നാ പോരായിരുന്നോ? ഡാൻസ് ഒക്കെ നന്നായിരുന്നു. നമ്മുടെ സംഘടനയിലെ കുട്ടികൾ പലരും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതാണ്. എന്നിട്ട് പോലും അവർ അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു. ഒരു പരിപാടിയാകുമ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവും. അതേ ഇവിടെ സംഭവിച്ചുള്ളൂ. അതിൽ പരസ്പരം വെളുപ്പലക്കിട്ട് എന്ത് കാര്യം? നാട്ടിൽ നിന്ന് സെലിബ്രിറ്റികളെ കൊണ്ടുവരുമ്പോൾ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. സ്പോൺസേഴ്സ് അവരുടെ കൂടെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് സ്വാഭാവികം. എന്നാൽ നമ്മുടെ സംഘാടകർ അവരുടെ പിന്നാലെ പോയി നമ്മൾ എന്താ ചെയ്യുക? കാശ് മുടക്കി സെലിബ്രിറ്റികളെ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ പോകും. അപ്പം മറ്റു പണികളൊന്നും ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് കുറെ പേർ പണിയെടുക്കണം, ബാക്കിയുള്ളവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം എന്നാണോ? എക്സിക്യൂട്ടീവ് എന്നും പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കാനാ? ആ പരിപാടി ഇവിടെ നടക്കില്ല. അതിനെന്തിനാ നിങ്ങൾ തല്ലുകൂടുന്നത്? അവനവന്റെ പണി എടുത്താൽ പോരെ. അതാണ് ശരി. ഏറ്റെടുത്ത ജോലി ഭംഗിയായി ചെയ്യുക. പരിപാടികൾ സംഘടിപ്പിക്കാനും സ്പോർട്സുകളെ കണ്ടുപിടിക്കാനും നമ്മൾ കുറച്ച് ചാവേറുകൾ, പരിപാടി എൻജോയ് ചെയ്യാനും അത് വിമർശിക്കാനും മറ്റു ചിലർ, കൂടാതെ വാട്സപ്പ് വിപ്ലവകാരികളും. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാം. കഷ്ടപ്പെട്ടതിന്റെ കണക്കൊന്നും പറയണ്ട. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ തലപ്പത്ത് കയറിയിരിക്കാൻ. തലപ്പത്തിരിക്കുന്നവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതിന് വയ്യെങ്കിൽ ഇറങ്ങിപ്പോരെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതെ, ഞങ്ങളും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നന്ദി വാക്കെങ്കിലും പറയണ്ടേ? അഭിനന്ദിച്ചില്ലെങ്കിലും അവമാനിക്കരുത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. സദ്യ വിളമ്പിയത് കോളാമ്പിയിലായിപ്പോയി. അത് ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാട്. അത്രേ ഉള്ളൂ. കലാകാരന്മാരെ ഇതുകൊണ്ടൊന്നും തളർത്താൻ കഴിയില്ല. കല മഹത്തരമാണ്. കല ഒരിക്കലും നശിക്കുന്നില്ല. Together, let's unlock new possibilities and connect worlds. FSC Logistics.